ഇനി നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന ചില ആസനങ്ങൾ. ആദ്യം നമുക്ക് വ്യാഘ്രാസനം, ടൈഗർ പോസ്. വ്യാഘ്രം എന്ന് പറഞ്ഞാൽ കടുവയാണ്. നമ്മൾ വീട്ടിൽ പൂച്ചയൊക്കെ ഇതുപോലെ നടക്കുക, അതുപോലെ സാമ്യമുള്ള കടുവ, വ്യാഘ്രാസനം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് നീട്ടി വെക്കും, തല ഉയരും. 1 ശ്വാസം വിട്ടുകൊണ്ട് 2 സാവധാനം പൂർവ്വസ്ഥിതിയിലെത്തുക, താഴെയാണ് നോക്കുന്നത്. ഇനി ഇടത് കാല് 3 നട്ടിൽ നല്ലൊരു, അതായത് ഒരു വളവ് ഉണ്ടാവും. 4 ഇതൊരു 3 തവണ ചെയ്തതിന് ശേഷം ഇതിൻ്റെ വിശ്രമാവസ്ഥ എന്ന് പറയുന്നത് കാല് മടങ്ങിയിരിക്കുക, വജ്രാസനത്തിലേക്ക് വരിക. ഇത് വജ്രാസനം, നേരെ നിവർന്നിരിക്കുക. ഇനി കാൽമുട്ട് നല്ലപോലെ വിടർത്തുക, കിട്ടാതോളം വിടർത്തി വെക്കുക. ഇനി കൈ രണ്ടും മുന്നോട്ട് നീട്ടി സാവധാനം നീട്ടി താടി ടച്ച് ചെയ്യും, അരക്കെട്ട് താഴ്ന്നിരിക്കും. ഇതിന് പറയുക ശശാസനം എന്ന് പറയും. ചില പുസ്തകത്തിൽ ശശാങ്കാസനം എന്ന് കാണാൻ മുയൽ കിടക്കുന്നത് പോലെ. ശശം എന്ന് പറഞ്ഞാൽ മുയലാണല്ലോ, മുയലിൻ്റെ അവസ്ഥ. വിശ്രമാണിത്, എന്നാൽ ഒരു ആസനം കൂടിയാണിത്. ഇത് കണ്ണടച്ച് ഇരിക്കും, ശ്വാസഗതി ശ്രദ്ധിക്കുക. മനസ്സ് വളരെയധികം ശാന്തതയിലെത്തും, ചിന്തകൾ കുറയും, ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി സാവധാനം എഴുന്നേറ്റിരിക്കുക.